സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുമുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നാരായണീയത്തിൽ നമ്മൾ കണ്ടത് 4-ാമത്തെ ദശകം അവസാനിച്ചു. 2 തരത്തിലുള്ള ഗതി: പുനർജന്മം ഉണ്ടാവുക, മരിച്ച ശേഷം പുനർജന്മം ഇല്ലാണ്ടാവുക. പുനർജന്മം ഇല്ലാത്തവർ പെട്ടെന്ന് മോക്ഷത്തെ പ്രാപിക്കണു, ഇല്ലാത്തവർ ക്രമേണ പ്രാപിക്കണു. ഇതാണ് പറഞ്ഞു വെച്ചത്. ബ്രഹ്മാണ്ടത്തെ പിളരുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചഭൂതങ്ങളും മായയും മഹത്തത്വവും കടന്ന് എത്തുക, എല്ലാ മായ അവസ്ഥയും കടന്ന് അപ്പുറത്തേക്ക് എത്തുക എന്ന മാനസികാവസ്ഥയാണ് അത് എന്ന് ചുരുക്കം. ഈ സൃഷ്ടിയെക്കുറിച്ചിട്ടാണ് അടുത്ത ദശകം മുതൽ പറയുന്നത്. നമ്മുടെ ഈ ശരീരത്തിലുള്ള എന്തൊക്കെ സംഗതികളാണ്, അതേപോലെ പ്രപഞ്ചാകാരേണയുള്ള പുരുഷനും ഉണ്ട്. അതിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ രൂപം. ഉൽപ്പത്തിയാണ് ആദ്യത്തെ ദശകത്തിൽ 10 ശ്ലോകം പറയുക. പിന്നത്തെയാണ് വിരാട് പുരുഷ വർണ്ണന 6-ാമത്തെ ദശകത്തിൽ 5 പറയാൻ പോണത്. കണ്ണമൂക്ക് മുതലായിട്ടുള്ള അവയവങ്ങൾ 6 അടിയുള്ള ഈ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടോ പ്രപഞ്ചാകാരേണ ഉള്ള പുരുഷന് അതൊക്കെ ഉണ്ട്. നമ്മുടെ ഈ 2 കൺഗോളങ്ങളാണെങ്കിൽ പുരുഷന് സൂര്യചന്ദ്രനാണ് കണ്ണെന്ന് അർത്ഥ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് രോമങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ വിരാട് പുരുഷൻ്റെ വൃക്ഷങ്ങളാണ് രോമങ്ങൾ. നമുക്ക് നാഡികളുണ്ടെങ്കിൽ വിരാട് പുരുഷൻ്റെ നദിയാണ് നാഡി. ഇങ്ങനെ ആ സൃഷ്ടിയാണ് ആദ്യം പറയുക. പിന്നെ അതിൻ്റെ രൂപം 2 വർണ്ണിക്കും. ഇവിടെ ആദ്യം സൃഷ്ടിയെ വർണ്ണിക്കുകയാണ്. വിരാട് സ്വരൂപം എങ്ങനെ ഉണ്ടായി. ശ്ലോകം: അവ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസംഹരുദ്ധവികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ന സമഭൂത്നോന്ന രാത്രേ സ്ഥിതി തത്രേകർത്തമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മന. സൃഷ്ടിയെ പറയുമ്പോൾ സൃഷ്ടിക്ക് മുമ്പേ ഉള്ള കാര്യം മുതൽക്ക് തുടങ്ങണം. ഏതൊരു ലോകമാണ് സൃഷ്ടി ഇല്ലാതിരുന്നത്? അതിന് ലോകം എന്ന് പറയാൻ പറ്റില്ല, സൃഷ്ടിയില്ലാത്ത അവസ്ഥ എന്നേ പറയാൻ പറ്റും. സൃഷ്ടിയില്ലാത്ത ഒരവസ്ഥയിൽ ആണല്ലോ സൃഷ്ടി ഉണ്ടാവുക. അപ്പോൾ ഈ ലോകങ്ങളൊന്നുമില്ല, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയെ വർണ്ണിക്കുകയാണ് ആദ്യം. എന്നിട്ടാണ് അതിൽ ഓരോന്നുണ്ടായത്. അങ്ങനെയാണ് സൃഷ്ടിയെ പറയണത്. പ്രാകൃത പ്രക്ഷയേ, മഹാപ്രളയം വരുമ്പോൾ, ബ്രഹ്മപ്രളയം വന്നു, പിന്നെ അല്ലാണ്ട് ആത്യന്തിക പ്രളയം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. മഹത്വത്വവും അഹങ്കാരവും കൂടി ലയിക്കുമ്പോൾ പ്രളയം പലതരത്തിലുണ്ടെന്നാണ് പറയുക. പ്രാകൃത പ്രളയം, പ്രാകൃതിക പ്രളയം, ബ്രഹ്മപ്രളയം, നൈമിത്തിക പ്രളയം. 4 തരത്തിലാണ് പ്രധാനം. ബ്രഹ്മാവ് ഉറങ്ങുമ്പോഴത്തെ ദിവസേനയാണ് നിത്യപ്രളയം. നിത്യപ്രളയം, നൈമിത്തിക പ്രളയം, ഇങ്ങനെ പലതരത്തിലാണ് പ്രളയത്തെ വർണ്ണിക്കുക. പ്രളയം എന്ന് പറഞ്ഞാൽ തന്നെ പ്രകർഷേണ ലയിക്കുന്നത് എന്നാണ് അർത്ഥം. വെള്ളം എന്നർത്ഥമില്ല, പക്ഷേ സ്വാഭാവികമായിട്ട് ആ സമയത്ത് വെള്ളം ഉണ്ടാവണു എന്നർത്ഥമേ ഉള്ളൂ. ഈ വാക്കിന് വെള്ളമായിട്ടൊരു ബന്ധമില്ല. പ്രലയം പോയിട്ടാണ് പ്രളയമായത്. സംസ്കൃതത്തിൽ ലകാരവും ലകാരവും ഒന്നാണ്. ലത്തം ഭവിക്കും. ഇത് ഹരിതാമകീർത്തനകാരൻ പറഞ്ഞിട്ടുണ്ട്. ലകാരത്തിലെ പരിച ലീല എന്ന് എഴുതിയാലും അളകം എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ് എഴുതുക. പക്ഷെ വായിക്കുമ്പോൾ നമ്മൾ ലകാരം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വേറെ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട്. ലീള എന്ന് പറയില്ല, അലകം എന്നും പറയില്ല. പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എഴുത്ത്
ഇങ്ങനെ നാ നെറ്റിട്ടൊരു വരട്ടതാണ് ലായും ലായും. ഹിന്ദിയിലും അങ്ങനെ തന്നെ ഉള്ള വേറെയില്ല. അതാണ് മലയാളം കുറച്ചും കൂടി പെർഫെക്റ്റ് ആണെന്ന് പറയും ചിലർ ലിപിയുടെ കാര്യത്തിൽ. ലാ നോക്കി വായിക്കാം, ലാ നോക്കി വായിക്കാം. സംസ്കൃതത്തിലത് അങ്ങനെ പറ്റില്ല. സന്ദർഭം നോക്കിയിട്ട് വേണം പ്രൊനൗൺസ് ചെയ്യാൻ. എന്തായാലും പ്രളയം ലയമാണ് പ്രളയമായിട്ട് മാറിയത്. അപ്പോൾ പ്രളയം എന്ന് പറഞ്ഞാൽ വെള്ളമായിട്ട് ബന്ധമില്ല. ലയം എന്ന് പറഞ്ഞാൽ എല്ലാതും ലയിക്കുക. നമ്മുടെ ശരീരത്തിൽ എന്നും വരുന്ന മാറ്റമാണ് നിത്യപ്രളയം. എന്നെന്നും പറയേണ്ട എപ്പോഴെന്ന് പറയാം. ഇപ്പം രാവിലത്തെ നമ്മളിൽ നിന്ന് മാറിയിട്ടുണ്ടാവും പോകുന്നതാണ് 11 മണിക്ക്. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും മാറിത്രേ. ഈ ക്രമേണയുള്ള മാറ്റത്തിനെ നിത്യപ്രളയം എന്ന് പറയും. ഇതാണ് നിത്യപ്രളയം. നമുക്ക് കാണാൻ പറ്റില്ല, കഴിഞ്ഞത് കാണാൻ പറ്റില്ല, കഴിഞ്ഞ് കെട്ടിയ അവസ്ഥയിലേറ്റില്ല, കഴിയണത് കാണാൻ പറ്റില്ല. കഴിഞ്ഞത് ഇങ്ങനെ അറിയാം. തല നരച്ചു, എപ്പം നരച്ചു പറയാൻ പറ്റുമോ? എപ്പോഴാണ് നമ്മുടെ തല നരച്ചത്? ഒരു ദിവസം നോക്കിയപ്പോൾ തോന്നി, പിന്നെ അത് അധികമായി എന്നല്ലാണ്ട് അത് എന്നാണെന്ന് പറയാൻ പറ്റാത്തതിനെയാണ് നമ്മൾ നിത്യപ്രളയം എന്ന് പറയുന്നത്. ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയുടെ നീക്കം പോലെ എന്ന് പറയാം. മണിക്കൂർ സൂചി നീങ്ങണത് അറിയില്ല, നീങ്ങിയത് അറിയാം. 11 എവിടേക്കാണ് എത്തിച്ചെന്നുള്ളത് നോക്കിയിരുന്നാൽ പോലും അതിൻ്റെ ചലനം നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ചലിക്കണില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതിനെയാണ് നമ്മൾ നിത്യപ്രളയം. നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഉറക്കം നിമിത്തം ഉണ്ടാവുന്നത്. 1000 ചതുരയുഗം, 1000 ചതുരയുഗം ഒരു പകല്, 1000 ചതുരയുഗം ഒരു രാത്രി ബ്രഹ്മാവിന്. അങ്ങനത്തെ 1000 കഴിയുമ്പോൾ എന്താകുന്ന സന്ധ്യാസമയത്തെ പ്രളയത്തിന് നൈമിത്തികം. പിന്നെയാണ് പ്രാകൃതിക പ്രളയം. ബ്രഹ്മാവിന് 50 വയസ്സ് കഴിയുമ്പോൾ ഒരു പ്രളയം ഉണ്ടാവും, വലിയൊരു പ്രളയം ഉണ്ടാവും. 50 വയസ്സ് കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ 50 വയസ്സ്. അതിനെയാണ് നമ്മൾ എന്തു പറയുക? പ്രാകൃതിക പ്രളയം. ഇനിയാണ് ആത്യന്തിക പ്രളയം അല്ലെങ്കിൽ മഹാപ്രളയം. അത് ബ്രഹ്മാവിൻ്റെ ആയുസ് തന്നെ കഴിയുമ്പോഴുള്ള പ്രളയം. 4 മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിത്യപ്രളയം നമ്മുടെ അനുനിമിഷം സംഭവിക്കുന്നത്. കഴിഞ്ഞതേ കാണുള്ളൂ, പ്രളയം മാറുന്നത് അനുഭവത്തിൽ വരില്ല. നൈമിത്തികമാകുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഉറക്കത്തിലുണ്ടാവുന്ന സന്ധ്യയ്ക്ക് ഉണ്ടാവുന്ന പ്രളയം, പിന്നെ പ്രഭാതത്തിലുണ്ടാവും നൈമിത്തിക പ്രളയം, ഉറക്കം നിമിത്തമുള്ളത്. പ്രാകൃതിക പ്രളയം ബ്രഹ്മാവിൻ്റെ 50 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്, ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് ആത്യന്തിക പ്രളയം. ഇതാണ് ഇവിടെ മഹാപ്രളയം എന്ന് പറഞ്ഞത്. ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോൾ മഹാപ്രളയം. പ്രാകൃത പ്രക്ഷയെ, മഹാപ്രളയം എല്ലാം ലയിക്കണത്, എല്ലാം ലയിച്ചു പോവും, ഒന്നും ഉണ്ടാവില്ല. ഈ കാണുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല. പ്രാകൃതികത്തിലും കൂടി എല്ലാതും ലയിക്കില്ല എന്നാണ്. ബ്രഹ്മാവിന് 50 വയസ്സായ മഹത്തത്വം അഹങ്കാരവും ലയിക്കില്ല, ബാക്കിയൊക്കെ ലയിക്കും. ഇതിലാവട്ടെ അതും ലയിക്കും. അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ മുന്നേ പ്രാകൃത പ്രക്ഷയെ, പ്രാകൃത പ്രളയത്തിങ്കൽ എല്ലാം ലയിക്കും എന്നാണ് പറയണത്. മായായാം ഗുണസാമ്യ രുദ്ധവികൃതവും, മായായാം ഗുണസാമ്യ രുദ്ധവികൃതവും എന്ന് പറഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സാത്വിക, രാജസ, താമസ ഗുണങ്ങൾ. ഇതിനെയാണ് നമ്മൾ ഗുണങ്ങളിൽ പൊതുവെ പറയാം ത്രിഗുണങ്ങൾ. ശരീരത്തെ പറയുമ്പോൾ വാത, പിത്ത, കപാദികൾ എന്നും പറയും. ഈ സാത്വിക, രാജസ, താമസ ഗുണങ്ങൾ അതാതിൻ്റെ അനുവാദത്തിൽ ക്ഷോഭിക്കുമ്പോഴാണത്രേ പ്രപഞ്ചവും പ്രപഞ്ചാനുഭവങ്ങളൊക്കെ ഉണ്ടാവണത്. ഇത് അതാതിൻ്റെ അനുവാദത്തിൽ യാതൊന്നും ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടാതെ സാമ്യമായിട്ട് നിൽക്കുമ്പോൾ, സാമ്യം എന്ന് പറഞ്ഞാൽ ഗുണസാമ്യത, തുല്യമായിട്ട് നിൽക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, പ്രപഞ്ചം ഉണ്ടാവില്ല എന്നാണ്. ഒന്നിങ്ങനെ കൂടുതലാവുക, ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുക, രജംസ് കൂടുക, തമസ്സും സത്വവും കുറയുക, സത്വം കൂടുക, മറ്റത് രണ്ടതും കുറയുക. അങ്ങനെ ഏതെങ്കിലും ചിലതിൻ്റെ വേരിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ മാറ്റം ഉണ്ടാകുമ്പോഴാണ് പ്രപഞ്ചാനുഭവങ്ങളും പ്രപഞ്ചവും ഉണ്ടാകുന്നത്. ഇപ്പം ഇവിടെ പ്രാകൃത പ്രക്ഷയെ, പ്രളയകാലത്ത് ബ്രഹ്മാവ് പോലും ഇല്ലാണ്ടാവുന്ന കാലത്ത് അടുത്ത ബ്രഹ്മാവ് ഉണ്ടാവുന്നതിന് ഇടയിൽ മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും, സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ ഉണ്ടാവുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലോ കുറവോ ആവാത്ത അവസ്ഥയ്ക്കാണ് സാമ്യാവസ്ഥ. അപ്പോൾ ഒന്നും തന്നെ പ്രപഞ്ച ചലനങ്ങൾ ഉണ്ടാവില്ല. അത് ക്ഷോഭിച്ച് ഗുണം ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുമ്പോൾ
പ്രപഞ്ചം ഉണ്ടാവുന്നു. അപ്പം അന്ന് ഈ ഗുണങ്ങളൊക്കെ എവിടെ ആയിരുന്നു? ത്വയി ലയം ആഗതായാം, ഭഗവാനെ അങ്ങയിൽ ലയിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, ത്വയ്യ ലയാം ആഗതേ, അങ്ങയിൽ ലയം സംഭവിക്കുന്ന സമയത്തിങ്കൽ, ആ സമയത്ത് എന്താണ് പ്രത്യേകത ഉണ്ടാവുക? എല്ലാ ഗുണങ്ങളും ഭഗവാനിൽ ലയിക്കുമ്പോൾ എന്താണ് ആ സമയത്തെ പ്രത്യേകത? വ്യക്ത അവ്യക്ത മിതം കിഞ്ചിത് ന അഭവത്. വ്യക്തവും അവ്യക്തവും ആയിട്ടുള്ള യാതൊന്നും പുറമേ കാണുകയില്ല. വ്യക്തം അവ്യക്തം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണുന്നതും പ്രത്യക്ഷത്തിൽ കാണാത്തതും എന്നർത്ഥം. പലതും ഉണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാത്തത്. പെട്ടെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കുകയില്ല. എന്താ ഈ കാണാത്തത് എന്ന് പറഞ്ഞാൽ? കാണാത്തത് ഇപ്പോൾ മൈക്രോസ്കോപ്പ് കൊണ്ട് കാണുന്നതുണ്ട്. അത് തന്നെ എടുക്കുക ഉദാഹരണം. കാണുന്നുണ്ടോ രോഗാണുക്കളെ? നമ്മൾ രോഗാണുക്കളില്ല എന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, പല തരത്തിലുള്ള ശക്തികൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. ഭൂതപ്രേത പിശാചാദികൾ. അത് ചിലപ്പോൾ നമ്മളെ തന്നെ ബാധിക്കുമ്പോഴാണ് ഇത്രയും അത്യധികം നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രോധവും പറയാൻ പാടാത്തൊക്കെ പറയുകയും പിന്നെ നമ്മൾ തന്നെ വിചാരിക്കും പറയേണ്ടിയിരുന്നില്ല എന്ന്. അപ്പം അതിനു മുമ്പ് പറയിച്ചതാരാ? പറഞ്ഞത് നമ്മൾ തന്നെയാണ്. പക്ഷേ ഏതോ ഒരു ശക്തിയുടെ ഇടപെടൽ അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത്. ഇതൊന്നാണ് ബ്രഹ്മരക്ഷസ്. നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ അധികം അതുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ ബ്രാഹ്മണരിൽ നിന്ന് വന്നതായതുകൊണ്ട് അത് ശക്തി ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ബാധിക്കുന്ന തരത്തിൽ അതുണ്ടായാൽ നമുക്ക് ക്രോധം, കാര്യതടസ്സം, കാര്യച്ചിറ്റൽ ഇതൊക്കെ ഉണ്ടാവും. ഒരു പ്രാവശ്യം പോയിട്ട് നേടേണ്ട കാര്യത്തിന് 10 പ്രാവശ്യം നടത്തിക്കും. ബ്രഹ്മരക്ഷത്തുണ്ട് എന്നർത്ഥം. ഒരു ഒപ്പിടേ വേണ്ടിയുള്ളൂ. നമുക്ക് സൗകര്യമുള്ളപ്പോൾ അയാളുണ്ടാവില്ല, അയാളുള്ളപ്പോൾ നമുക്കുണ്ടാവില്ല. രണ്ടും കൂടിയ ബന്ധമായിരിക്കും. പിന്നെ ഒരു ദിവസം ബസ്സുണ്ട്. ഇങ്ങനെ ഒരു കാരണങ്ങൾ വന്നിട്ട് ആ കാര്യം ഇന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നടക്കേണ്ടത് ഒരു 10 ദിവസമെങ്കിലും ചിറ്റിക്കലാണ് ഈ ബ്രഹ്മരക്ഷസിൻ്റെ ഒരു പ്രകൃതം. അപ്പം അതൊരു കാണാത്തൊരു ശക്തിയാണ്. അതിനാണ് ഇവിടെ അവ്യക്തം. വൺ ഓഫ് ദി ടോപ്പ് ഈ ബ്രഹ്മരക്ഷസ് അതാണോ ഇപ്പോൾ അയാൾ പറയണത് എന്ന് വിചാരിക്കേണ്ട. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ചിലപ്പോൾ ഉദാഹരണം ചിലർക്ക് തെറ്റാവാം, ശരിയായിക്കൊള്ളുന്നില്ല. നമുക്കിപ്പോൾ തോന്നിയത് പറഞ്ഞൊന്നുമില്ല. അത് ഈ കാണാത്ത ശക്തികൾ എന്നർത്ഥത്. കാണാത്തത് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാത്ത ചില ശക്തികൾക്കാണ് എന്താ പറയുക അവ്യക്തം. വ്യക്തം എന്ന് പറഞ്ഞാലോ കാണാവുന്നത്, വ്യക്തം കാണാവുന്നത്, ഈ കാണുന്നതൊക്കെ തന്നെ. എന്നാൽ ഈ കാണാത്തതും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചില നമ്മളെ ശക്തികളെ ബാധിക്കുന്ന സംഗതികൾ, കാണാത്ത കാര്യങ്ങളുണ്ട്. അതിനെയാണ് അവ്യക്തം എന്ന് പറയുക. ബ്രഹ്മരക്ഷസോ മറ്റ് ശക്തികളോ ഭൂതപ്രേത പിശാചാദികളോ നമ്മളെ ബാധിക്കുന്ന ശക്തികൾ, യക്ഷകിന്നര ഗന്ധർവാദികളൊക്കെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാതെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലർക്ക് കാണാത്രേ. ഇപ്പം ശുവാക്കൾക്ക് മാത്രം കാണുന്ന ചില ശക്തികളുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ചിലപ്പോൾ ഓരിയിടുന്നത്. മൃത്യുദേവനെയൊക്കെ അവർക്ക് കാണാമെന്നൊക്കെ പറയുന്നു. ആർക്കപ്പം അതറിയാം? ഒന്നാമത്തെ ഉറപ്പാണ് നമുക്ക് കാണാത്തത് അവർക്ക് കാണാൻ കഴിയുന്ന അവയെ സ്വതവേ അവ്യക്തം എന്ന് പറയും. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതോ വ്യക്തം. അപ്പം വ്യക്തം പ്ലസ് അവ്യക്തം, വ്യക്താവ്യക്തം. വ്യക്തം ആൻഡ് അവ്യക്തം എന്നാണ് അതിൻ്റെ അർത്ഥം. കാണുന്നതും കാണാത്തതും ആയ ഇതം, ഈ പ്രപഞ്ചം ഒന്നും തന്നെ കിഞ്ചിത് ന അഭവത്, യാതൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. മഹാപ്രളയം വരുമ്പോൾ കാണുന്നതോ കാണാത്തതോ സ്ഥൂലമോ സൂക്ഷ്മമോ വ്യക്തമോ അവ്യക്തമോ ആയ ഒന്നും ന അഭവത്, കിഞ്ചിത് അഭവത്, ഒട്ടും തന്നെ ആണ് കിഞ്ചിത്, യാതൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല, തീരെ ഇല്ല, ഒരംശം പോലും ഇല്ല. ഇതാണ് സൃഷ്ടിക്ക് മുമ്പേ ഉള്ള സംഗതി വിവരിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞത്. അത്തരം ഒരവസ്ഥയിലാണ് പിന്നീട് ഇതെല്ലാം ഉണ്ടായത്. അപ്പം പ്രളയം വരുമ്പോൾ എന്താ സ്ഥിതി? പ്രാകൃത പ്രക്ഷയെ, പ്രാകൃത പ്രളയം എന്നല്ലാതെ പറയുന്നത് മഹാപ്രളയം. മഹാപ്രളയം, ബ്രഹ്മപ്രളയം എന്നൊക്കെ പറയുന്ന എല്ലാം ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്താണ് പ്രത്യേകത? വ്യക്തവും അവ്യക്തവും ഇതം ന കിഞ്ചിത് അഭവത്. ചെറിയതോ
വലുതോ, കാണുന്നതോ കാണാത്തതാണെങ്കിലും ഉണ്ട്, ഉണ്ടായിട്ട് കാണാത്തതായ അതുമില്ല, കാണുന്നതും ഇല്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതെന്താണ് കാരണം? മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും ആണ് കാരണം. എല്ലാം ഗുണസാമ്യത കൊണ്ട് ലയിച്ചിരിക്കുന്നു. ലയിച്ചാൽ പിന്നെ ഉപ്പ് വെള്ളത്തിൽ ലയിച്ചാൽ പിന്നെ ഉപ്പിനെ കാണാൻ പറ്റുമോ? അതുപോലെ ഇതെല്ലാം ഇല്ലാതായിട്ടല്ല ആദ്യഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്, ഉണ്ടായിട്ട് ലയിച്ച അവസ്ഥ കൊണ്ടാണ്. ഉപ്പ് ലയിച്ചാൽ ഉപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉപ്പ് ക്രിസ്റ്റലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഉപ്പില്ല എന്ന് പറയാൻ പറ്റും. ഒക്കെ അത് ലയിച്ച് കിടക്കേണ്ട, ഒരു അംശം പോലും പുറത്ത് പോകാതെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഉപ്പ് ലയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പ് ലയിച്ചിട്ടുണ്ട്. ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് ഉപ്പ് കാണാൻ പറ്റില്ല. എന്തേ കാണാൻ പറ്റും? വെള്ളം മാത്രമേ കാണൂ. ഇതുപോലെ സൂക്ഷ്മവും സ്ഥൂലവും ചെറുതും വലുതും വ്യക്തവും അവ്യക്തവും കാണാവുന്നതും കാണാത്തതും ആയ എല്ലാ സംഗതികളും ഉണ്ട്. പക്ഷേ എവിടെയാണത്? ത്വയ്യാഗതായാം ലയാം, അതായത് ത്വയ് ലയം ആഗതേ, അങ്ങയിൽ ലയിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിങ്കൽ, ആ അവസ്ഥയിൽ എന്താണ് ലയിക്കാനുള്ള കാരണം? മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും, മായയുടെ സാമ്യത കാരണം സത്വഗുണ തമോ രജസ്സുകളുടെ ഒരേപോലെ ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടാത്ത അവസ്ഥ കാരണം അങ്ങയിൽ ലയിച്ചിരിക്കുന്നു. പ്രാകൃത പ്രക്ഷയെ വ്യക്താവ്യക്തമിതം ന കിഞ്ചിതഭവത്, പ്രളയകാലത്ത് യാതൊരു തന്നെ ഉണ്ടായിരുന്നില്ല, വ്യക്തവും അവ്യക്തവുമായിട്ട്. അതൊക്കെ എന്തായിരുന്നു? അങ്ങയിൽ ലയിച്ചിരിക്കണം. ത്വയ്യാഗതായാം ലയം. എന്താണ് കാരണം? ഗുണസാമ്യങ്ങളുടെ സാമ്യാവസ്ഥ കാരണം. ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലായി ക്ഷോഭിക്കായിക കാരണം. ക്ഷോഭിച്ച പ്രപഞ്ചമായി. സത്വം, രജസ്, തമസ് ഇവയാണ് ഗുണസാമ്യങ്ങൾ പറയുന്നത്, ഗുണങ്ങൾ പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ ഉണ്ടാവാതിരുന്നത്? ഇവിടെ പറയണ തഥാ, ആ സമയത്ത് മൃത്യു, അമൃതം ഉണ്ടായിരുന്നില്ല. ദ്വൈതങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മൃത്യുവിൻ്റെ ഓപ്പോസിറ്റാണ് അമൃതം. ഒരിക്കലും മരിക്കാത്ത അവസ്ഥ അമൃതം, മരിക്കണ അവസ്ഥ മൃത്യു. അതില്ല. മരിച്ചാൽ ഒന്നുണ്ടെങ്കിലേ മറ്റതുള്ളൂ. മരണം ഉണ്ടെങ്കിലല്ലേ അമൃതം, അമൃതം ഉണ്ടെങ്കിലേ മരത്. രണ്ടും ഉണ്ടായിരുന്നില്ല. അമൃതാവസ്ഥയില്ല, മൃതാവസ്ഥയില്ല, രണ്ടും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്തത് അന്നസ്ഥിതി ന, പകല് ഉണ്ടായിരുന്നില്ല. രാത്രേ തിഥി ന, അന്ന രാത്രേ തിഥി ന. അന്ന എന്ന് പറഞ്ഞാൽ പകല് എന്നാണ് ഇവിടെ. അന്നമല്ല, മലയാളത്തിലിട്ട് അന്നം എന്ന് പറഞ്ഞാൽ അന്നം മലയാളമാണ് ശരിക്ക്, ചോറ്. അതല്ല ഇവിടെ അന്നം, ഹന, അന്ന, പകൽ. രാത്രി തന്നെ. ഇത് രണ്ടും ന. മൃത്യുവില്ല, അമൃതമില്ല, രാത്രിയില്ല, പകലില്ല. ഇനി എന്തൊക്കെയാണ് ഇതെന്താ വെച്ചാൽ അതൊന്നുമില്ല. ഈ വക സംഗതികളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? തത്ര ത്വം പരാനന്ദ പ്രകാശമന, പരമാനന്ദ സ്വരൂപത്തോടു കൂടി ഏക, അങ്ങ് എന്നൊരൊറ്റ ശക്തി ബാക്കി അവശേഷിച്ചിരുന്നു. അപ്പോഴും ഉണ്ട് അത്. ഭഗവാൻ ഇല്ലാണ്ട് ആവണേയില്ല. ഏക അശിഷ്യതാഹ, അവശേഷിച്ചു ഇരുന്നു അത്രേ. നമ്മളൊന്നും കണ്ടിട്ടില്ല അത്. അതുകൊണ്ടാണ് ഇത്രേ വന്നത്. കില അതിൽ ഇത്രേ എന്നുള്ള ഇതിന് തുല്യമാണ് കില. കില എന്ന് പറഞ്ഞാൽ അവ്യയം എന്ന് പറയും. അവ്യയാനാം അനേകാർത്ഥം. അവ്യയത്തിൻ്റെ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അർത്ഥം വരിക. അവ്യയ ച, വ, കില, ഖലു ഇതൊക്കെ അവ്യയമാണ്. എവിടെ വേണമെങ്കിലും വെക്കാം. രണ്ടും അക്ഷരം തികഞ്ഞില്ലെങ്കിൽ വെക്കാം. അതിന് എന്തർത്ഥം വെച്ചാൽ അവിടെ കൊടുക്കാം. അനുചിതാവില്ല എന്നർത്ഥം. അതിനൊരു അർത്ഥമില്ല. ഇവിടെ കില, ത്രേ എന്ന് പറയാം. ഇപ്പോൾ എന്താ നമുക്കറിയില്ല. ഇതൊക്കെ പറയുന്നത് കേട്ടതല്ലാണ്ട് ഈ പ്രപഞ്ചം ഉണ്ടാവണ എൻ്റെ മുമ്പ് നമ്മളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് എന്ന് കില പറയപ്പെടുന്നു അല്ലോ. ന അന്ന, രാത്രിയില്ല, പകലില്ല. ന രാത്രേ, രാത്രിയില്ല. എന്തേ ഉണ്ടായിരുന്ന? പരാനന്ദ പ്രകാശാത്മനാത്വം, പരാനന്ദ പ്രകാശത്തോടെ അങ്ങ് മാത്രം ഉണ്ടായിരുന്നു. അശിഷ്യത കില, അവശേഷിച്ചിരുന്നു. എല്ലാം പോയിട്ടും ഇത് പോയില്ല. ആര്? അങ്ങ് നിന്തിരുവടി സർവേശ്വരനായിരിക്കുന്ന അവിടുന്ന് മാത്രം നശിച്ചില്ല. അതിൽ നിന്നാണ് ഓരോന്നിങ്ങനെ ഉണ്ടായത് എന്ന് പിന്നെ വർണ്ണിക്കുകയാണ്.
ഇവിടെ പറഞ്ഞു പ്രാക് പ്രാകൃത പക്ഷേ അവിടെ തുടങ്ങണം. ഏറ്റവും പഴയ കാലത്ത് പ്രാകൃത പ്രളയത്തിങ്കൽ എല്ലാം ലയിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വ്യക്ത അവ്യക്തമിതം ന കിഞ്ചിതപത്, സ്ഥൂലവും സൂക്ഷ്മവും കണ്ണുകൊണ്ട് കാണാവുന്നതും കാണാത്തതുമായ ഒന്നും ന കിഞ്ചിതഭവത്, യാതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ തൊയ്യാഗതായ ലയം, ഈ ലയം ആകതെ സത്വരജസ്തമോ ഗുണങ്ങൾ എല്ലാം തൊയ് അങ്ങയിൽ ലയിച്ചിരുന്നത് കൊണ്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ലയാവസ്ഥ മാറിയാലേ പ്രപഞ്ചം ഉണ്ടാവുള്ളൂ. ഉദാഹരണം പറഞ്ഞു, മൃത്യുവില്ല, അമൃതവും ഇല്ല, രാവും ഇല്ല, പകലും ഇല്ല. ഇനി അവിടുന്ന് ചേർക്കാം, എത്രയോ ചേർക്കാം. സുഖമില്ല, ദുഃഖമില്ല, വരവില്ല, ചെലവില്ല, ഇരുട്ടില്ല, വെളിച്ചമില്ല. ദ്വൈതം, ഒന്നിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചേർക്കാം. അങ്ങനെ ഒന്നുമില്ല. നോ മൃത്യുശ്ച തഥാ അമൃതം, മൃത്യുവില്ല, അമൃതമില്ല. ന സമഭൂ ന അന്നോ ന രാത്രി, ഇവിടെ രണ്ടെണ്ണം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. രാവും ഇല്ല, പകലും ഇല്ല. തത്രേകത്വം അശിഷ്യത കില, പരമാനന്ദ പ്രകാശത്തോട് കൂടിയിട്ട് ത്വം അശിഷ്യത, ഭഗവാനെ അങ്ങ് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, അങ്ങ് മാത്രം ഉള്ള. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായി അത് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയണം. വ്യക്തമിതം ന കിഞ്ചിതഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ മായായാങ്കുണസാമ്യരുദ്ധ വികൃതോ. കാരണമാണ്, എന്തുകൊണ്ടുണ്ടായിരുന്നില്ല? അങ്ങയിൽ ലയിച്ചത് കൊണ്ട്. മായായാം ഗുണസാമ്യരുദ്ധ, സത്വരജസ്തമോ ഗുണങ്ങളുടെ അങ്ങയിലുള്ള ലയിച്ചത് കാരണം. ത്വയ്യാഗതായ ലയം. നോ മൃത്യുശ്ച തഥാ അമൃതം, മൃത്യുവില്ല, അമൃതമില്ല. ന അന്നോ ന രാത്രി, പകലാണ് അന്നം, അതില്ല, രാത്രിയില്ല. അപ്പോൾ പിന്നെ എന്തുണ്ടായിരുന്നു? തത്രേക ത്വം അശിഷ്യത, സ്ത്വം എന്നില്ല, അവിടെ ത്വമാണ് കൂടിച്ചേരുമ്പോൾ വന്നത്. ഏകഹ പ്ലസ് ത്വം, ത്വം കൂടിച്ചേരുമ്പോൾ ഏകസ്ത്വം. ഏകസ്ത്വം അശിഷ്യത കില പരാനന്ദപ്രകാശാത്മന. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.